പിന്നെ റീസൺ നമ്പർ 4, നാലാമത്തെ കാരണം അൺഹെൽത്തി പാരൻറ്റിങ് ആൻഡ് മെൻ്റൽ ഹെൽത്ത്. ഇപ്പോൾ സാധാരണഗതിയിൽ എല്ലാ വീടുകളിലും ഉണ്ടാകുന്നൊരു വിഷയം. അപൂർവം ചില വീടുകളിൽ അപൂർവം ചില വ്യക്തികൾ മാത്രമേ ഈ കംപ്ലൈൻറ്റ് പറയാത്തുള്ളൂ. അതെന്താ? മക്കൾ പറഞ്ഞാൽ അനുസരിക്കുന്നില്ല, മക്കളോട് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും കാര്യമില്ല, അവർ വാപ്പയാണെന്നോ ഉമ്മയാണെന്നോ പരിഗണിക്കുന്നില്ല, അവർ വില കൽപ്പിക്കുന്നില്ല, അവർ മറുപടി പറയുന്നു, ദേഷ്യപ്പെടുന്നു, തട്ടിക്കയറുന്നു. അതുപോലെ പിന്നെ ഈ ഒരു തലത്തിൽ നിന്ന് അങ്ങോട്ട് മേലോട്ട് ചിലർ പറഞ്ഞ സുഹൃത്തുക്കളാണ് അവർക്ക് ഏറ്റവും വലുത്, ഫ്രണ്ട്സുകളാണ്, ഫ്രണ്ട്സുകളെപ്പോലെ നടക്കണം. പിന്നെ അതുപോലെ അതിനപ്പുറത്തേക്ക് പിന്നെ മയക്കുമരുന്നിന് അഡിക്റ്റായത്, വൃത്തികെട്ട വേണ്ടാത്തരങ്ങൾ, പിന്നെ ഒരാൾക്കും അംഗീകരിക്കാൻ പറ്റാത്ത ചില രീതിയിലുള്ള പ്രേമത്തിൽ പോയി പെടുന്നത്. ഇങ്ങനെ ഈ രീതിയിൽ പല രീതിയിൽ വികൃതികളും പിന്നെ കുസൃതികളും വന്നിട്ടില്ല. ഈ ഒരു കംപ്ലൈൻറ്റ് ഇല്ലാത്ത വീടുകളില്ല. ഒരു 99% പേഷ്യൻസും നമ്മളോട് കംപ്ലൈൻറ്റ് പറയുന്നതാണ്. ഇതിൻ്റെ ബേസിക് റീസൺ എന്താണെന്ന് നിങ്ങൾക്കറിയോ? നല്ല ശുദ്ധ പ്രകൃതിയിൽ ജനിച്ച കുഞ്ഞുങ്ങളാണ്. അവരോട് നമ്മൾ പിന്നെ അനിഷ്ടകരമായ രീതിയിൽ അച്ചടക്ക നടപടികൾ നടപ്പാക്കുന്നത് കൊണ്ടാണ്. അങ്ങനെ അച്ചടക്ക നടപടികൾ അനിഷ്ടകരമായ രീതിയിൽ, അത് പ്രത്യേകിച്ച് മതം ശ്രദ്ധിക്കുന്ന പ്രത്യേക ചില ഗ്രൂപ്പുകളുടെ മെമ്പർമാർക്കാണിത്. ഒരു ശരാശരി മുസ്ലിം സമുദായത്തിൽ ശരാശരി മാപ്പിള മുസ്ലിമായിട്ട് ജീവിക്കുന്നവരിൽ ഇത് കുറവാണ്. പക്ഷെ അതേസമയത്തും ഭയങ്കര മുജാഹിദാണ്, ഭയങ്കര സുന്നിയാണ്, ഭയങ്കര തബ്ലീഗാണ്, ഇങ്ങനത്തെ മാതാപിതാക്കളുടെ മക്കളിൽ കൂടുതൽ കാണുന്നു. അനിഷ്ടകരമായ രീതിയിൽ മതശാസനകൾ അല്ലെങ്കിൽ മതപരമായ കൽപ്പനകളൊക്കെ നടപ്പാക്കുന്നതാണ് ഒരു പ്രധാനപ്പെട്ട റീസൺസ്. അതിലുപരി ഈ മക്കളെ നമ്മൾ കുറ്റപ്പെടുത്തിയിട്ട് ഒരാൾക്കും ഒരാളെയും കുറ്റപ്പെടുത്തി നന്നാക്കാൻ കഴിയില്ല. കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അയാളെ നന്നാകുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കണ്ട. പക്ഷെ ചില ആളുകളെ കുറ്റം പറഞ്ഞാലേ മറ്റുള്ള ആളുകൾക്ക് അയാളുടെ കുറ്റം മനസ്സിലാക്കി കൊടുക്കാൻ ചിലപ്പോൾ കുറ്റം പറയേണ്ടി വരും. പറഞ്ഞു മനസ്സിലായില്ലേ? അത് ഗൈബത്ത് അല്ലെങ്കിൽ എന്താ പറയുക, മറ്റൊരാളെ കുറിച്ച് പറയുന്നത് നല്ലതല്ലാതെ പറയുന്നത് ദീനിൽ അനുവദിച്ച ചില വശങ്ങളുണ്ട്. ഇമാം നബിയൊക്കെ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിവേ പോട്ടെ, ഏതായാലും മക്കളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറ്റം ആക്ഷേപം ഒരാളിൽ നിന്നല്ല, പലതവണ ഒരാളിൽ നിന്ന് പല ആളുകളിൽ നിന്ന് വരുന്നതോട് കൂടിയിട്ട് കുട്ടികൾ കോലം മാറും. ഇവിടെ വരുന്ന പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് വെച്ചാൽ ഈ കുട്ടികളുടെ പിന്നെ IQ, ഇൻ്റലിജൻറ്റ് കോഷ്യൻസ്, അതുപോലെ ഒരുപാട് കോഷ്യൻസ്. നമുക്ക് സാധാരണ അറിയുന്നത് IQ മാത്രമേ ഉള്ളൂ. ഇൻ്റലിജൻറ്റ് കോഷ്യൻസ്, കുട്ടികളുടെ ബുദ്ധിപരമായ IQ അല്ല, ഇതിനപ്പുറത്തേക്ക് ഒരുപാട് കോഷ്യൻ്റ് ഉണ്ട്. അവരുടെ സ്പിരിച്വൽ കോഷ്യൻ്റ് ഉണ്ട്, അവരുടെ എമോഷണൽ കോഷ്യൻസ് ഉണ്ട്, അവരുടെ പിന്നെ ലവ് കോഷ്യൻസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഒരു 10-18ഓളം കോഷ്യൻസുകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതിൽ IQ മാത്രമേ നമുക്ക് അറിയുള്ളൂ. ഈ IQ വെച്ചുകൊണ്ട് കുട്ടികളുടെ ഒരു ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ ഈ കുട്ടികളെ എങ്ങനെ ലാഭകരമായി വളർത്താം, എങ്ങനെ വളർത്തിയാലാണ് ഈ കുട്ടികൾ ലാഭകരമാവുന്നത്? നല്ല ജോലി, നല്ല ശമ്പളം, നല്ല ബിസിനസ്, നല്ല കച്ചവടം, നല്ല രീതിയിലുള്ള മാരിറ്റൽ റിലേഷൻസിലേക്ക് എത്തിക്കാൻ പറ്റും. അതല്ലെങ്കിൽ സോഷ്യൽ ആക്സെപ്റ്റൻസ് കിട്ടിക്കാൻ പറ്റും. ഇങ്ങനെ ഈ രീതിയിലൊരു ഇൻഡസ്ട്രിയൽ ഒരു മെറ്റീരിയൽ വേൾഡിൻ്റെ ലക്ഷ്യത്തോടു കൂടി കുട്ടികളെ വളർത്താൻ വേണ്ടി കാര്യമായിട്ട് ഉപയോഗിക്കുന്ന അവർ ഇൻ്റലക്ച്വൽ കപ്പാസിറ്റിയാണ്. അപ്പം അവരുടെ IQ ആണ് നമുക്കറിയാം. പക്ഷെ മറ്റൊന്നും അറിയില്ല, മറ്റൊന്നും നമ്മൾ ശ്രദ്ധിക്കാറുമില്ല. പക്ഷെ ഒരുപാട് വേറെ കോഷ്യൻ്റുകൾ, ആ കോഷ്യൻ്റുകളെ നമ്മൾ മനസ്സിലാക്കിയിട്ട് കുട്ടികളെ വളർത്തുന്ന സമയത്താണ് മാത്രമേ നമുക്ക് കുട്ടികളെ ഫുള്ളായിട്ട് ഉൾക്കൊള്ളാൻ പറ്റൂ. കുട്ടികൾ പിന്നെ യഥാർത്ഥമായ കമ്മ്യൂണിക്കേഷൻസ് അവരിലേക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റൂ. അങ്ങനെ ശരിയായ കമ്മ്യൂണിക്കേഷൻസ് ഉണ്ടായാലേ അവരിലേക്ക് ഒരു എമോഷണൽ ബോണ്ട്, ഒരു വൈകാരികമായ കണക്ഷൻസ് ഉണ്ടാവുള്ളൂ. മനസ്സിലായില്ലേ? അതിൽ ജനറേഷൻ ഗ്യാപ്പ് വലിയൊരു ഗ്യാപ്പാണ്. കാരണം നമ്മൾ ഒരു ജനറേഷൻ ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ ഏകദേശം 25 വർഷം ഗ്യാപ്പാണ്. ഈ 25 വർഷം കൊണ്ട് പിന്നെ നമ്മുടെ സൊസൈറ്റി എത്ര വളർന്നു, എത്ര ആറ്റിറ്റ്യൂഡ് വളർന്നു, സാമ്പത്തികമായിട്ട് എത്ര വളർന്നു, ലൈഫ് സ്റ്റൈലിൽ എത്ര ചേഞ്ചസ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് വെരി ഇമ്പോർട്ടൻറ്റ്. ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് സൂചിപ്പിക്കുന്ന ഒരു ഘടകമാണ് കോസ്റ്റ് ഓഫ് ലിവിങ്, പിന്നെ ജീവിത ചെലവ് അല്ലേ? ഒരു 1930കളിൽ ₹1 മതിയായിരുന്നു ഒരു ഫാമിലിക്ക് ജീവിക്കാൻ. 30 വർഷം കൂടി കഴിഞ്ഞ് 1960കളായപ്പോൾ ₹10 ഒരു ഫാമിലിക്ക് ഒരു ഫാമിലിക്ക് ജീവിക്കാൻ ₹10 വേണം. ഏകദേശം 1990കളായപ്പോൾ അത് ₹100 ഇപ്പോഴത് ₹1000. ഇപ്പോൾ ശരാശരി ഒരാൾക്ക് ഒരു കുടുംബത്തിൽ ജീവിക്കണം ₹1000 വേണം. അതുകൊണ്ടൊരു കൂലിപ്പണിക്കാരന് 800-1000 കിട്ടും. അവന് കഷ്ടിച്ചരിഷ്ടിച്ച് അവൻ്റെ കൂലിയായിട്ട് ജീവിച്ചു പോകുന്നു. അപ്പോൾ ഏകദേശം 30 വർഷം കൊണ്ട് 10 ഇരട്ടി വർദ്ധിക്കുന്ന ഒരു സാധനമാണ് എന്ത്? ഈ ജീവിത ചെലവ്, കോസ്റ്റ് ഓഫ് ലിവിങ്.
ഈ കോസ്റ്റ് ഓഫ് ലിവിങ് ഇങ്ങനെ വളരുന്നത് ആ കോസ്റ്റ് ഓഫ് ലിവിങ്ങിലുണ്ട് നമ്മുടെ ജീവിതശൈലി എന്താണെന്നുള്ളത്, നമ്മുടെ ലൈഫ് സ്റ്റൈൽ അതിലുണ്ട്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ഭയങ്കരമായി ചേഞ്ച് വരുന്നു. അപ്പോൾ മാതാപിതാക്കൾ അവരുടെ പഴയ വാല്യൂവിൽ നിന്ന് കുട്ടികളോട് ഗുണദോഷിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും കുട്ടികൾക്ക് അത് ഉൾക്കൊള്ളാനോ മനസ്സിലാക്കാനോ ജീവിക്കാനോ കഴിയില്ല. ഇവിടെയാണ് പാരൻസ് കുട്ടികളുടെ ഒപ്പം വളരുക എന്നുള്ളത്. യെസ്, പാരൻസ് കുട്ടികളൊപ്പം വളരുക. സാധാരണത്തിൽ നമ്മളെന്താ, കുട്ടികളെ പാരൻസിനൊപ്പം വളർത്തുക, പാരൻസിന്റെ ആദർശത്തിലേക്ക്, പാരൻസിന്റെ വാല്യൂയിലേക്ക്, പാരൻസിന്റെ വിശ്വാസത്തിലേക്ക്, പാരൻസിന്റെ ജീവിത വീക്ഷണത്തിലേക്ക്, അവരുടെ സംസ്കാരത്തിലേക്ക്, അല്ലേ? അതിന് പഴയ ആളുകളുടെ പേരിട്ട് കൊടുക്കും. ബാപ്പ വല്യപ്പന്മാരെ പേരാണ് മക്കൾക്ക് ഇട്ട് കൊടുക്കുക. എന്താ, ആ വല്യപ്പാനെ പോലെ 4 തലമുറ അപ്പുറത്തുള്ള വല്യപ്പാനെ പോലെ ഇപ്പൊ ജീവിക്കണം. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതൊക്കെ ഒരു ശരിയായ പാരന്റിങ്ങിൽ വരുന്ന കാര്യങ്ങളല്ല. ഈ പാരന്റിങ്ങിൽ ശരിയായി വരുന്ന സമയത്ത് ഇത്തരം വിഷയങ്ങളെ ഒരു കുട്ടികളുടെ വളർച്ചയ്ക്കനുസരിച്ചമായിട്ട് പഴയ തലമുറ പുതിയ തലമുറയോടൊപ്പം വളരുകയും അങ്ങനെ വളരുന്ന സമയത്തേ ഉള്ളൂ. യെസ്, അങ്ങനെ വരുന്ന സമയത്ത് ഏത് മതത്തിലാണെങ്കിലും അവരുടെ മതമൂല്യങ്ങൾ കുട്ടികളെ നടപ്പാക്കി കൊടുക്കാൻ പറ്റും. 6-ാം നൂറ്റാണ്ടിലുണ്ടാകുന്ന ഒരു ശരീഅത്ത്, സുന്നത്ത്, ദീന്, തഖ്വ, തൗഹീദ്, ഇബാദത്ത്, ഇത് ഈ ഏത് നൂറ്റാണ്ടിലേക്കും ഫിറ്റാകുന്നതാണ് സാധനം. പക്ഷേ അത് പഠിപ്പിച്ചു കൊടുക്കുന്ന ആളുകൾ, മാതാപിതാക്കൾ, അല്ലെങ്കിൽ ഇതിന്റെ പണ്ഡിത സമൂഹം, അവരെന്ത് ചെയ്യാൻ സൊസൈറ്റിയോടൊപ്പം വളരണം. അത് സൊസൈറ്റിയുടെ വിജ്ഞാനത്തിലും വിവേകത്തിലും ഐക്യുവിൽ, അതുപോലെ സൊസൈറ്റിയുടെ ഏതെല്ലാം തലത്തിലുള്ള വളർച്ചയുണ്ട് അതോടൊപ്പം വളരുന്ന മാതാപിതാക്കൾക്ക് മക്കളെ ശരിയാവണ്ണം വളർത്തിയെടുക്കാൻ കഴിയുള്ളൂ. മനസ്സിലായില്ലേ? അതിനപ്പുറത്തേക്ക് ഉണ്ടാകുന്ന എമോഷണൽ ബോണ്ട് വലിയ ആദ്യം നഷ്ടപ്പെടുന്നത് ഏത് ബന്ധമായിക്കോട്ടെ, നമ്മൾ മക്കളായിട്ടായിക്കോട്ടെ, ഭാര്യ ഭർത്താവായിക്കോട്ടെ, അതല്ലെങ്കിൽ ആരുമായിട്ടുണ്ടാകുന്ന ഏട്ടനനിയന്മാരായിക്കോട്ടെ, ഏത് 2 ഹൃദയങ്ങൾ തമ്മിലുള്ള ബന്ധത്തിലും 3-4 ഘടകങ്ങളുണ്ട്. ഒന്ന്, നേർച്ചറിങ്, മെയിൻ്റെനൻസ് ആൻഡ് ഇന്റർഡിപെൻഡൻസ്, പരസ്പരം ആശ്രയിക്കുന്ന, പരസ്പരം വേണ്ടി വരുന്ന, ഭൗതികമായ ഹെൽപ്പും സഹായം, ഭക്ഷണം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, മരുന്ന് കൊടുക്കുക, ശ്രദ്ധ കൊടുക്കുക, അതുപോലുള്ള കാര്യങ്ങൾ. ഇതിന്റെ ബേസിക് തലങ്ങളിൽ എല്ലാ ബന്ധങ്ങളിലും നിലനിൽക്കും. ഇപ്പം നമ്മളെ മക്കൾ എത്ര അനുസരണക്കേട് കാണിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ അവർക്ക് വേണ്ടുന്ന ഭക്ഷണം, മരുന്നും, ചികിത്സയും, വസ്ത്രവും, കോഴ്സും, കോളേജും, ഫീസും എല്ലാം കൊടുക്കുന്നു. പക്ഷെ ഇതിന്റെ താഴെ തട്ടിൽ അതിനപ്പുറത്തേക്ക് മേഴ്സി, കാരുണ്യം, ഫോർഗീവ്നെസ്, വിട്ടുവീഴ്ച, ആൻഡ് ഫോർബിയറൻസ്, മറ്റുള്ള ആളുകളിൽ നിന്നുണ്ടാകുന്ന അനിഷ്ടത്തെ സഹിക്കുക. ഫോർബിയറൻസ് ആൻഡ് ഫോർഗീവ്നെസ് ആൻഡ് മേഴ്സി, ഈ ഒരു സംഗതി ഇത് കുറച്ച് കുറഞ്ഞു പോകും. ഇത് ആദ്യ കാലത്തിലൊക്കെ കുറച്ച് കൂടുതലുണ്ടാവും. ഇപ്പൊ പ്രത്യേകിച്ച് ഒരു ഭാര്യ ഭർത്താവും കല്യാണം കഴിഞ്ഞ ഉടനൊക്കെ ഇതൊക്കെ നല്ലോണം ഉണ്ടാവും. പക്ഷെ പിന്നീട് ഇത് കുറഞ്ഞു പോകും. മേഴ്സി, ഫോർഗീവ്നെസ് ആൻഡ് ഫോർബിയറൻസ്. ഇതോടൊപ്പം കുറഞ്ഞു വരുന്ന, അതിനേക്കാൾ സ്പീഡിൽ കുറഞ്ഞു വരുന്നൊരു സാധനമുണ്ട്. എന്താ? ലവ് ആൻഡ് കമ്പാഷൻ. യെസ്, ഇതാണ് മക്കളിൽ സംഭവിക്കുന്നത്. മക്കൾക്ക് നമ്മളോട് ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല, പക്ഷെ ലവ് ആൻഡ് കമ്പാഷൻ നമ്മളുടെ ഇടപെടലുകൾ കൊണ്ട് അവർക്ക് കുറഞ്ഞു പോകുന്നു. അനുകമ്പയും അതുപോലെ അഫെക്ഷൻസ് ആൻഡ് ലവ്, ഇത് കുറഞ്ഞു പോകുന്നു. ഇതിനേക്കാൾ ഉപരി ആദ്യം മുറിഞ്ഞു പോകുന്നൊരു സാധനം അതെന്താ? എമോഷണൽ ബോണ്ട്. ഒരു വൈകാരികമായ അറ്റാച്ച്മെന്റ് ഉണ്ടാവും മാതാപിതാക്കളും മക്കളും, അല്ലെങ്കിൽ ഭാര്യയും ഭർത്താവൊക്കെ. ഈ ഒരു എമോഷണൽ ബോണ്ട് നഷ്ടപ്പെട്ടാൽ പിന്നെ നെഗറ്റീവ് എമോഷൻസ് ആണ് അവരുടെ ഇടയിൽ പ്രവർത്തിക്കുക. അത് അനിഷ്ടവും വെറുപ്പും. അപ്പോൾ പോസിറ്റീവ് എമോഷണൽ ബോണ്ട് നഷ്ടപ്പെടുന്നത് അത് പാരന്റിങ്ങിന്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ബന്ധം നിലനിർത്തുന്നതിന്റെ കുഴപ്പമാണ്. അപ്പോൾ ഈ എമോഷണൽ ബോണ്ട് പോവാത്ത രീതിയിലുള്ള ശിക്ഷാ നടപടികളും ശാസനകളും ഉപദേശങ്ങളും പാടും. ഇപ്പോൾ ഒരു 15 വയസ്സായ ഒരു മോൻ വ്യക്തമായിട്ട് പറഞ്ഞാൽ വളരെ മീനിങ് ഫുൾ ആണ് മോൻ്റെ വേർഡ്. ഉമ്മ എന്നോട് ദേഷ്യപ്പെടുന്ന സമയത്ത് എനിക്ക് മനസ്സിലാകും അത് എന്നോടുള്ള സ്നേഹം കൊണ്ടാണോ, എന്നിൽ തിരുത്താനുള്ളത് കൊണ്ടാണോ, അതല്ല ഉമ്മാക്ക് ഉപ്പയോടുള്ള ദേഷ്യമാണോ എന്ന് എനിക്ക് അത് മനസ്സിലാവും. ഉമ്മ ദേഷ്യപ്പെടുന്ന സമയത്ത് എന്നോട് ഗുണദോഷിക്കുന്ന സമയത്ത്, അതുപോലെ ഉമ്മ എന്നെ അടിക്കുമ്പോൾ എനിക്ക് മനസ്സിലാകും ഇത് എന്നോടുള്ള സ്നേഹത്തിൻ്റെ അടിയാണോ, സ്നേഹത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള അടിയാണോ, അതല്ല ഉപ്പയോടുള്ള ദേഷ്യം, അല്ലെങ്കിൽ ഉപ്പേൻ്റെ ഉമ്മാനോടുള്ള ദേഷ്യമാണ് എന്നോട് തീർക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാകും. 15 വയസ്സുകാരനാണ്, ഗ്രേറ്റ് ബോയ്. അവന് ഇതേ കംപ്ലൈൻറ്റ് ആയിട്ട് വന്നതാ. കുട്ടി പറഞ്ഞനുസരിക്കുന്നില്ല, ഉമ്മാനെ തല്ലുന്നു, ഉമ്മയെ അടിക്കുന്നു എന്ന കംപ്ലൈൻറ്റ് കൊണ്ട് എൻ്റെ അടുത്ത് വന്ന കുട്ടിയാണ് അവൻ. പക്ഷേ കുട്ടിയെ എക്സാമിൻ ചെയ്തപ്പോൾ ഉമ്മയെ അടിച്ചിട്ടില്ല. അവൻ എന്താ വെച്ചാൽ വൈകാരികമായി പ്രതികരിച്ചപ്പോൾ അവൻ്റെ കൈ ഇങ്ങനെ വീശിയപ്പോൾ ഉമ്മനെ മേലിൽ കൊണ്ടതാ. പക്ഷേ ഇതെന്താ, അതോടുകൂടി അവൻ പറയാം, അതോടുകൂടി എനിക്ക് പുതിയൊരു പേരും കൂടി കിട്ടി. അതെന്താ? തള്ളയെ തല്ലിന്ന്. നാട്ടുകാരും വീട്ടുകാരൊക്കെ തള്ളയെ തല്ലിന്നാണ് വിളിക്കുന്നത്. സത്യം പറഞ്ഞാൽ ഒറ്റ കൗൺസിലിങ്ങിന് ആ കുട്ടി യെസ് എനിക്ക് പിടികിട്ടി, ഹാഫ് ഓഫ് മൈ പ്രോബ്ലംസ് ഫിനിഷ്ഡ്, പകുതി എൻ്റെത് തീർന്നിട്ടോ എന്ന് കുട്ടി പറഞ്ഞു. അപ്പോൾ പറഞ്ഞു വരുന്നത് ഈ എമോഷണൽ ബോണ്ട് നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഈ എമോഷണൽ ബോണ്ട് നഷ്ടപ്പെടുന്നതോടുകൂടി പിന്നെ കുട്ടിക്ക് എന്തായി, പിന്നെ വിട്ടു. മാത്രമല്ല ഈ മക്കൾ വളർന്നു വരുന്ന സമയത്ത് അവരുടെ പേഴ്സണാലിറ്റി എന്താണ്, അവരുടെ ലൈഫ്, ജീവിതത്തിൻ്റെ ലക്ഷ്യവും മാർഗവും എന്താണ്, മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ദി ലൈഫ്. മാതാപിതാക്കളുടെ നല്ല മക്കളായിട്ട് ജീവിക്കുക. നല്ല കുട്ടിയാണെന്ന് ഉമ്മ പറയണം, നല്ല കുട്ടിയാണെന്ന് ഉപ്പ പറയണം.
അപ്പോൾ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കുക എന്നതാണ് ഒരു കുട്ടി വളർന്നു വരുന്ന സമയത്ത് അവൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും മാർഗവും, മീനിങ് ആൻഡ് പർപ്പസ് ഓഫ് ദി ലൈഫ്. പക്ഷെ ഒരു കുട്ടിക്ക് 12, 15, 18 വയസ്സാകുമ്പോഴേക്ക് ഈ കുട്ടിക്ക് വ്യക്തമായ ഒരു വ്യക്തിത്വം, ആ കുട്ടിക്ക് കുട്ടിയുടേതായ ഒരു വ്യക്തിത്വം ഡെവലപ്പ് ചെയ്ത് വരുന്ന സമയമാകുമ്പോഴേക്ക് ആ കുട്ടിക്ക് ഒരു ഹെൽത്തിയായ പേഴ്സണാലിറ്റി കൊടുക്കുവാനോ പേഴ്സണാലിറ്റിയെ ഗൈഡ് ചെയ്യാനോ മാതാപിതാക്കൾക്ക് കഴിഞ്ഞില്ല, പഠിപ്പിക്കുന്ന ഉസ്താദുമാർക്കും കഴിഞ്ഞില്ല. കാരണം ഇത്തരം വിഷയം പഠിപ്പിക്കുന്ന സ്ഥലം ഒന്നുകിൽ മതശിക്ഷണം കിട്ടുന്നിടത്ത് അല്ലെങ്കിൽ വീടാണ്. പിന്നെ സ്കൂൾ എന്ന് പറഞ്ഞാൽ സെക്യുലർ സൊസൈറ്റിയിൽ പിന്നെ പല സിലബസാണ്. അതിലൊരു ഒരാളുടെ വ്യക്തിത്വം പൂർണ്ണമായി പഠിപ്പിക്കാനുള്ള ഒരു കോഴ്സും കോളേജില്ല. ഇപ്പോൾ നിങ്ങൾ ലിറ്ററേച്ചർ എടുത്ത് നോക്കൂ, ഒരു വ്യക്തിത്വം പിന്നെ കംപ്ലീറ്റ് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ടില്ല. പല ആളുകളുടെയും ഡ്രാമയും പല ആളുകളുടെയും പിന്നെ പ്രോസും പോയട്രിയും നോവലൊക്കെ വായിക്കുന്നു, അതിൽ ഇല്ലറിലൊക്കെ കിട്ടുന്നു. പക്ഷെ ഒരു കുട്ടിക്ക് അവൻ്റെ ഒരു കംപ്ലീറ്റ് പേഴ്സണാലിറ്റി അവന് കിട്ടുന്നില്ല. ഇവിടെയാണ് പാരന്റിങ്ങിന്റെ പ്രസക്തി, ലൈഫ് കോച്ചിങ്ങിന്റെ പ്രസക്തി. ഇങ്ങനെ വികൃതമായി അല്ലെങ്കിൽ വികൃതി സ്വഭാവമുള്ള ഒരു എന്താ പറയുക, ഒരു വികൃത വ്യക്തിത്വമുള്ള കുട്ടിയെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവന്റെ എല്ലാ വശങ്ങളിലും അവന്റെ ധാർമ്മികതയും അവന്റെ ബുദ്ധിയും അവന്റെ കഴിവും അവന്റെ പ്രാപ്തിയും അവന്റെ വൈകാരികതയും അവന്റെ പിന്നെ ശരീരത്തിന്റെ പിന്നെ കപ്പാസിറ്റി എല്ലാം നോക്കിക്കൊണ്ട് ആ കുട്ടിയെ ഫ്രെയിം ചെയ്തെടുക്കാൻ പറ്റും, നല്ല മകനായി പിന്നെ വളർത്തിയെടുക്കാൻ പറ്റും. ഇതാണ് ലൈഫ് കോച്ചിങ്ങിന്റെ ആകത്തുക, ഇതാണ് ലൈഫ് കോച്ചിങ്ങിന്റെ പ്രാധാന്യം. ലൈഫ് കോച്ചിങ് അല്ലെങ്കിൽ പാരന്റിങ് എന്നൊക്കെ പറഞ്ഞ സംഗതി നമ്മൾ വിചാരിക്കുന്നത് എന്തോ പുതിയ സംഗതി ഇതുപോലുള്ള ആൾക്കാർ പറഞ്ഞു നടക്കുകയാണ്. നോ, ഇത് നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഭക്ഷണത്തിലേറെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന വിദ്യാഭ്യാസത്തിലേറെ പ്രധാനപ്പെട്ടതാണ്, നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്നിനേക്കാൾ പ്രധാനപ്പെട്ടതാണ്. കാരണം നിങ്ങൾ കുട്ടികൾക്ക് കൊടുക്കുന്ന മരുന്ന് അവരുടെ മനസ്സിനോ അവരുടെ ശരീരത്തിനോ ആണ്. പക്ഷേ നിങ്ങൾ കൊടുക്കുന്ന പാരന്റിങ് അതല്ലെങ്കിൽ അവർക്ക് കൊടുക്കുന്ന ലൈഫ് കോച്ചിങ്, പാരന്റിങ് എന്ന് വെച്ചാൽ പിന്നെ മാതാപിതാക്കളെ കൊണ്ട് കഴിയാത്തൊരവസ്ഥയിൽ ലൈഫ് കോച്ചിങ്, അതൊരു ലൈഫ് കോച്ച് കൊടുക്കേണ്ടി വരും, അല്ലെങ്കിൽ പാരന്റ്സിന് കൊടുക്കാം. അതുകൊണ്ടാണ് നമ്മളൊരു 15-16 വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ പാരന്റിങ് കൊടുക്കുകയും ആ പാരന്റിങ് വഴി കുട്ടികളെ ശരിയാക്കി എടുക്കാം. അതല്ല അതിൻ്റെ മേലുള്ളതാണെങ്കിൽ നമ്മൾ തന്നെ നേരിട്ട് കുട്ടികളെ ലൈഫ് കോച്ചിങ് കൊടുത്തുകൊണ്ട് കുട്ടികളെ ട്യൂട്ടർ ചെയ്തെടുക്കുക ചെയ്യുന്നത്. കാരണം ഇത് പഠിപ്പിക്കുന്നത് നടപ്പാക്കേണ്ടുന്ന പിന്നെ മാതാപിതാക്കൾക്ക് ഇതിനൊരു ഒരു ഐഡിയ വേണം, മനസ്സിലായില്ലേ? അപ്പോൾ ഒരു വ്യക്തമായ വ്യക്തിത്വം ഡെവലപ്പ് ചെയ്ത് പിന്നെ കൊടുക്കുവാനും ഇന്നത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളോ അതല്ലെങ്കിൽ അത് മതസ്ഥാപനങ്ങളോ പോരാ. അപ്പം ആയത്തും ഹദീസും എല്ലാം പഠിപ്പിച്ചു കൊടുക്കും. പക്ഷെ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഉസ്താദിന് ഇതിനപ്പുറത്തേക്ക് ഇത് അക്ഷരസ്ഫുടതയോട് ഓതി കൊടുക്കുക, പറഞ്ഞു കൊടുക്കുക, പ്രസംഗിച്ചു കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് ഇതിൻ്റെ കുട്ടിയിൽ ഏതൊരു വ്യക്തിത്വ പേഴ്സണാലിറ്റി ട്രെയ്റ്റ്സ് ആണ് വളർത്തിയെടുക്കുന്നതെന്ന് മാതാപിതാവിനോ ഉസ്താദിനോ അറിയില്ല. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായില്ലേ? ഇപ്പൊ നമ്മളൊരു കുട്ടിയോട് ഒരു സംഗതി കൽപ്പിക്കുമ്പോൾ ഡു ആൻഡ് ഡോണ്ട്, ഈ ചെയ്യരുതെന്ന കൽപ്പന കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതുവഴി ഞാൻ ഈ കുട്ടിയിൽ എന്ത് വ്യക്തിത്വ ഗുണമാണ് വളർത്തിയെടുക്കുന്നത്, ഇതുപോലെ സന്ദർഭത്തിൽ ഞാൻ ഏതെല്ലാം പിന്നെ രീതിയിലാണ് മുമ്പ് പെരുമാറിയത് എന്നൊരു ഐഡിയ ഇല്ലാതെ പെരുമാറുന്നത് വൈകാരികമായിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ഈ ഇത്തരം വിഷയങ്ങൾ വരുന്ന സമയത്ത് ഒരു പക്വത എത്തിയിട്ടുള്ള കുട്ടികൾ 15-16 വയസ്സായി ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നേരിട്ട് അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി കറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതിന് താഴെയുള്ള ആളുകൾ ആണെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്കാണ് നമ്മൾ പാരന്റിങ് കോഴ്സസ് കൊടുക്കുക. ഇതാണ് ഇതിൻ്റെ റീസൺ നമ്പർ 4. അതോടൊപ്പം തന്നെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ്സിൽ ഒന്നുകിൽ കുട്ടികൾ പാസീവ് ആകും, അതല്ലെങ്കിൽ അഗ്രസീവായി മാറും. അത് ഇത് തുടർന്ന് നമുക്ക് ഒരുപാട് വിശദീകരിക്കേണ്ട വിഷയങ്ങളാണ്.